ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വൈറ്റ് സോസ് പാസ്തയാണ്. ഈസി ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പാസ്ത വേവിക്കാനായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഒലിവ് ഓയിലുണ്ട്. ഇത് ഒരു 3 കപ്പ് പാസ്തയുണ്ട്. അത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി തിളച്ച് വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കത് നന്നായി വേവിച്ചെടുക്കാം. ഓരോ പാസ്തയുടെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മളൊന്ന് എടുത്തിട്ട് ഞെക്കി നോക്കുമ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പാസ്തയുടെ വെള്ളം ഊറ്റി മാറ്റാം. ഞാനിവിടെ ഊറ്റി അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. അതിലേക്ക് ഒരു 5 വലിയ വെളുത്തുള്ളിയാണ്, അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാനിടയാവരുത്, നന്നായി ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം ചിക്കനാണ്, അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ കഷ്ണങ്ങൾക്ക് നുറുക്കിയതാണ് ഈ ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ബ്ലാക്ക് പെപ്പറാണ്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ പാസ്തയുടെ കളറ് അല്പം പോലും മാറാതെ കിട്ടും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോണാണ്, ഒരു 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണാണ്, അതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനും വെജിറ്റബിൾസും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം. മൈദയുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പക്ഷേ മൈദ കൂടുതൽ മൂത്ത് പോയി കളറ് മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നന്നായിട്ടൊന്ന് വെന്ത് വരണം മൈദ. അതിലേക്ക് വെന്ത് വന്നു കഴിയുമ്പോൾ 2.5 കപ്പ് പാലാണ്, അത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ കട്ട കെട്ടിപ്പോവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിനി കുറുകി വരണം. ഇപ്പോൾ ഇത് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീസ്, ഞാനിവിടെ ചെദാർ ചീസും മൊസറല്ല ചീസും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് ചീസുണ്ട്, അതിട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചീസൊക്കെ ഇടുമ്പോൾ അതിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്, അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം നമുക്ക് കുറച്ചിടാം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ചിക്കനും വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആദ്യം വേവിച്ച് മാറ്റി വെച്ചിരുന്ന പാസ്ത ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സോസ് കുറുകിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് അത് ഒഴിച്ചാൽ മതി. അപ്പോൾ പാകത്തിന് ലൂസായി കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കൂടി ഇട്ട് കൊടുത്തിരുന്നു, 1 ടീസ്പൂൺ. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, സോറി. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.